വെൽക്കം ടു രാധികാസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ഹാൻഡ്ലൂം സാരി തന്നെയാണ്. നേരത്തെ ഉള്ള വീഡിയോയിൽ ഹാൻഡ്ലൂം സാരി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കളറും കരിയും കസവും കൂടിയിട്ടുള്ളതായിരുന്നു. അപ്പം ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെറും കസവ് മാത്രം, കോട്ടൺ സാരിയിൽ കസവ് മാത്രമുള്ള ഡിസൈനാണ്. ഇത് മാംഗോ ഡിസൈനാണ് ബോഡിയിൽ വരുന്നത്. പല്ലുവിൽ 4 ഇഞ്ച് വീതിയിൽ കസവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെമ്പിൾ ഡിസൈൻ പോലെ ചെറിയ ഫ്ലവർ മുട്ടിൻ്റെ ഡിസൈനാണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് കസവ് വരുന്നുണ്ട്, ലൈൻ കസവ് വരുന്നുണ്ട്. മൊത്തം നമുക്കൊരു 7 ഇഞ്ച് വീതി ഉണ്ടാവും. നമുക്ക് ഈ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് ഒരു 7 ഇഞ്ച് വീതി ഉണ്ടാവും. പിന്നെ പല്ലു, അത് കഴിഞ്ഞിട്ടുള്ള പല്ലുവിൽ ഇതുപോലെ മാംഗോ ഡിസൈനാണ് വരുന്നത്. ഇത് ബോഡിയിലും സെയിം അതേപോലത്തെ ബുട്ട വർക്ക് ഉണ്ടാവും. ബോഡിയാണിത്. സെയിം അതേ എല്ലാ സാരിയിലും ഇതുപോലത്തെ ടാസിൽസ് ഉണ്ടാവും. കോട്ടൺ സാരിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ മേലെ ഇട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നമ്മുടെ ചൂടിന് പറ്റിയതാണ്. അപ്പം ഇതിൻ്റെ വേറെ വേറെ ഡിസൈൻസ് ഉണ്ട്, ഇത് കാണിച്ചു തരാം. ഇതൊരു ചെറിയ മാംഗോ ഡിസൈനാണ് പല്ലുവിൽ വരുന്നത്. ഡബിൾ പല്ലു ആണ്. അപ്പം അതിൽ ചെറിയ ചെറിയ മാംഗോ, ഈ 2 മാംഗോ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ മൊത്തം നമുക്കൊരു 8 ഇഞ്ച് വീതി ഉണ്ടാവും. ഈ ഒരു പല്ലുവിൽ വരുന്ന ഡിസൈന് 8 ഇഞ്ച് വീതി. പിന്നെ അത് കഴിഞ്ഞിട്ട് മാംഗോൻ്റെ ഡിസൈൻ സെയിം അതേപോലെ തന്നെ 8 ഇഞ്ച് വീതിയിൽ ഉണ്ടാവും. ഇത് ബോഡിയാണ്. ബോഡിയിൽ സെയിം അതേപോലെ തന്നെ മാംഗോ വർക്കാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ സാരിയിൽ എല്ലാ സാരിയിലും ഞാൻ പറഞ്ഞ പോലെ ടാസിൽസ് ഉണ്ടാവും. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്കത് എടുത്ത് ഫുള്ളും നിവർത്തി എനിക്ക് മേലെ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. സോറി കേട്ടോ. എന്താണെന്ന് പറയുക, നമുക്കിത് ഒലഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര മടക്കിയാലും നമുക്ക് ആ ഒരു മടക്ക് കിട്ടത്തില്ല, ആ ഒരു ഫ്രഷ്നെസ് പോവും. അതുകൊണ്ടാണേ. പിന്നെ വരുന്നത് പീക്കോക്ക്. ഇതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഈ ഡിസൈൻ. അറിയുന്ന ഇപ്പം വന്നേ ഉള്ളൂ. നല്ല പീക്കോക്ക് ഡിസൈനാണ്. അതിൽ മുന്താണിയിലാണിത്. പല്ലുവിൽ അതിൻ്റെ ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട്. പീക്കോക്ക് നോക്കി എന്ത് ഭംഗിയാ കാണാൻ. ഇത്രയും പെർഫെക്ഷൻ നമുക്ക് ഹാൻഡ്ലൂമിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പവർലൂമിൽ നമ്മൾ എത്ര തന്നെ ബുദ്ധിമുട്ടി എങ്ങനെ ചെയ്താലും ഇത്രയും പെർഫെക്ഷൻ നമുക്ക് പവർലൂമിൽ കിട്ടില്ല. ഹാൻഡ്ലൂമിൽ മാത്രം ഇത്രയും പെർഫെക്ഷനും അതിൻ്റെ ഒരു ഭംഗിയും തുണി നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു ഫീൽ ചെയ്യും. നമുക്ക് ആ ഹാൻഡ്ലൂം തൊടുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ആ സോഫ്റ്റ്നെസ്സും ആ ഒരു സുഖം നമുക്കത് ഫീൽ ചെയ്യും. അതിൻ്റെ ബോഡിയിൽ ഇതുപോലെ സ്ക്വയർ ഡിസൈനാണ് വരുന്നത്. ഇത് പല്ലു കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കാണുന്ന ഭാഗത്ത് ഇതുപോലെ സ്ക്വയറിൻ്റെ ഉള്ളിൽ പീകോക്ക് ഡിസൈൻ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബോർഡർ വരുന്നത് 4 ഇഞ്ച് വീതിയാണ് ബോർഡർ വരുന്നത് കേട്ടോ. പ്ലെയിൻ ബോർഡർ ആണേ. ബോഡി ഇങ്ങനെ ഹെവി വർക്ക് ആയതുകൊണ്ട് ബോർഡർ എപ്പോഴും പ്ലെയിൻ ആയിട്ട് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ബ്ലൗസുകളെല്ലാം പ്ലെയിൻ ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാവരും ഇതിൽ തന്നെ കട്ട് ചെയ്യാറുണ്ട്, പ്ലെയിൻ ആയിട്ട് ആയാലും. ഇപ്പൊ ഏകദേശം കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇതിൽ തന്നെ നമ്മുടെ കേരള സാരിയിൽ തന്നെ ബ്ലൗസ് ഇടുന്നതാണ് ഇപ്പൊ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏറ്റവും ഭംഗി. നമുക്ക് ഈ കോൺട്രാസ്റ്റ് ഇടുന്നതിനെക്കാട്ടിലും ഭംഗി കൂടുതൽ നമുക്ക് സെയിം ഇടുന്നതാണ് ഭംഗി ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ തന്നെ വേറൊരു ഡിസൈനാണ് ഇത്. ലോട്ടസ് ആണ് ഇതിൽ വരുന്ന ഡിസൈന്. 4 ഇഞ്ച് വീതിയിൽ കസവ്, പിന്നെ 6 ഇഞ്ച് വീതിയിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ലോട്ടസ്. ഹെവി പല്ലു ആണ്. ഞാൻ നേരത്തെ ആ പീകോക്കിൽ കാണിച്ച പോലെ തന്നെ പല്ലു കഴിഞ്ഞിട്ട് കുറച്ച് കാണുന്ന ഭാഗത്ത് ചെറിയ ലോട്ടസിൻ്റെ ഡിസൈൻ ഉണ്ടാവും.
ബോഡിയിൽ ഇതുപോലെ ചെക്ക് സ്ക്വയർ ഡിസൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡിസൈൻസ് ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഡിസൈൻ എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷെ അത് എനിക്ക് കാണിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇത്ര ദിവസം ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പിന്നെ എന്തായാലും ഇടയ്ക്കുള്ള വീഡിയോകളിൽ ഇതുപോലെ നല്ല ഹാൻഡ്ലൂം സാരീസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മുടങ്ങാണ്ട് എൻ്റെ വീഡിയോസ് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഒന്നാമത് നമ്മൾ പവർലൂം സാരിയുടെ ആ വില നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. ഹാൻഡ്ലൂം സാരിക്ക് നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ ഒന്നാമത് എന്താന്ന് പറഞ്ഞാൽ ഈ സാധനം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഒരു സാരി നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു സാധാ സാരി നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഒരു ഡിസൈനും ഇല്ലാണ്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നമുക്കൊരു സാരി നെയ്യണം എന്നുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു സാരി ഞങ്ങൾക്ക് നെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഒരാൾ കഷ്ടപ്പെട്ടാൽ പോരാ, 5 പേരുടെ അധ്വാനാണ് ഒരു സാരി. അപ്പം അതുകൊണ്ട് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്താ പറയുക, അതുമായിട്ട് നിങ്ങൾ മറ്റേ സാരികളായിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് വില പറയുമ്പോൾ ഒരിക്കലും പറയരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.